അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പറയാം, നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റാറ്റസാണ്. ആരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ബാഡായിട്ടൊന്നും പറയരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അലൈറ്റ്മോഷൻ എന്ന ആപ്ലിക്കേഷനിലാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ ടെലഗ്രാം ചാനലിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഇല്ലാത്ത അലൈറ്റ്മോഷൻ നമ്മൾ ടെലഗ്രാം ചാനലിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വെബ്സൈറ്റ് ലിങ്ക് ഉണ്ടാവും. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് അലൈറ്റ്മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അലൈറ്റ്മോഷനിലേക്ക് പ്രൊജക്റ്റ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഫുൾ പ്രൊജക്റ്റാണെന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കാര്യമായിട്ടൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. താഴെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഡയലോഗിൻ്റെ ആ ലിറിക്സ് കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങളത് അലൈറ്റ്മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡയലോഗ് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ചിലപ്പോൾ ഈ ഒരു മലയാളം ഫോണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മംഗ്ലീഷ് ഫോണ്ട് അല്ലെങ്കിൽ അവിടെ ഒന്ന് എംപ്റ്റി ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളൊരു ഡയലോഗിൻ്റെ ലിറിക്സിൻ്റെ ലെയർ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ എഡിറ്റ് ഗ്രൂപ്പ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡയലോഗ്സിൻ്റെ ലെയറുകളൊക്കെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ആ ഒരു ലെയറിൽ ഫസ്റ്റ് കാണുന്ന ലെയറിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം എഡിറ്റ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് മലയാളം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ ഫോണ്ടുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളതിൻ്റെയും വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മുമ്പ് നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയതിന് ശേഷം അലൈറ്റ്മോഷനിലേക്ക് ആ ഒരു ഫോണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു നോർമലായിട്ടുള്ള ഫോണ്ടാണ് വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ മംഗ്ലീഷ് കീബോർഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മലയാളം വേണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾക്ക് ഇംഗ്ലീഷായിട്ട് ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എന്താണോ വേണ്ടത് ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ അപ്പോൾ നിങ്ങൾ ഈ ഒരു മലയാളം ഫോണ്ട് തന്നെ നോർമൽ ഫോണ്ട് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മുകളിലുള്ള ആ ഒരു റോബോട്ടോ റെഗുലർ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഫോണ്ട് ജസ്റ്റ് ഇതുപോലെ ബോൾഡായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഇംഗ്ലീഷിൻ്റെ ഫോണ്ടുകൾ ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഫോണ്ട് കുറച്ച് ബോൾഡായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ സാധാരണ പോലെ മംഗ്ലീഷ് ഫോണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം നമ്മൾ ബാക്കിലോട്ട് വരുന്നതിന് ശേഷം താഴെയുള്ള അടുത്ത ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഫോണ്ട് കാര്യങ്ങൾ ആ ഒരു ലിറിക്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളാണ്. ജസ്റ്റ് ബാക്കിലോട്ട് വരുന്നതിന് ശേഷം നിങ്ങളുടെ വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വീഡിയോ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെയുള്ള എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, ഇതിലും നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്